ഈ അഞ്ചാമത്തെ സ്റ്റെപ്പ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രോയിങ് ഒരു വേറെ ലെവലായി മാറും. ആർട്ടിസ്റ്റുകളെ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മൊബൈലിൽ ഈസി ആയിട്ട് എങ്ങനെയൊരു പോർട്രേറ്റ് വരയ്ക്കാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു 8 സ്റ്റെപ്സ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക, അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്കെച്ചിങ് ആണ്. അപ്പോൾ ഞാനിവിടെ പിക്ചർ ഇമ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബ്രഷ് നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത് ഡിപ്പ് ആൻഡ് ഹാർഡ് എന്ന് പറയുന്ന ബ്രഷാണ്. അപ്പോൾ അത് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഒരു പുതിയ ലെയറിലാണ് വരയ്ക്കേണ്ടത്. പിക്ചർ ഉള്ള ലെയറിൽ തന്നെ വരയ്ക്കരുത്, നമ്മൾ വേറെ ലെയറിൽ വരയ്ക്കണം. അപ്പോൾ നമ്മൾ വരയ്ക്കുമ്പോൾ ഇതുപോലെ നമ്മൾ ചെറുപ്പത്തിലൊക്കെ ട്രേസ് എടുക്കുന്ന പോലെ നമ്മൾ അതിൻ്റെ പൊക്കത്തൂടെയാണ് വരയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ വരയ്ക്കുന്ന ലെയർ പിക്ചറിൻ്റെ ലെയറിൻ്റെ മേലെ ആയിരിക്കണം. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ട്രേസ് എടുത്ത് സ്കെച്ച് ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് സ്പീഡാക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്കെച്ച് ചെയ്യുന്ന എങ്ങനെയാണെന്ന് ശരിക്കും അറിയില്ലെങ്കിൽ ഞാൻ മുമ്പൊരു വീഡിയോ ഇതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് ഇടാം, ഡിസ്ക്രിപ്ഷനിലിടാം. അപ്പോൾ നിങ്ങളത് പോയി കാണുക. അപ്പോൾ ഈ രീതിയിൽ ഇങ്ങനെ സ്കെച്ച് പിക്ചറിൻ്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ സ്കെച്ച് ചെയ്തെടുക്കുക. ഒരു കാര്യം പോലും നമ്മൾ മിസ് ചെയ്യാതെ ചെയ്യുക. അപ്പോൾ നമ്മുടെ സ്കെച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് സ്കെച്ച് കിട്ടുന്നത്. അപ്പോൾ നമ്മളുടെ പിക്ചറിൻ്റെ പൊക്കത്തൂടെ അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് പോവാണ്, ബേസിക് കളറിങ്. അപ്പോൾ നമ്മുടെ സ്കെച്ചൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ റെഫറൻസ് എടുക്കാൻ വേണ്ടി സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യാണ്. അപ്പോൾ MI യൂസേഴ്സിനൊക്കെ സ്പ്ലിറ്റ് സ്ക്രീൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് റെഫറൻസ് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ നമ്മളതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ലെയറിലേക്ക് പോവുക. നമ്മുടെ പടമുള്ള ലെയർ നമ്മൾ അൺഹൈഡ് ചെയ്യുക. നമ്മൾ സ്ക്രീനിൽ ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്വിക്ക് ഐ ഡ്രോപ്പർ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് വേണ്ട കളർ എവിടെയാണോ അവിടെ നമ്മൾ നിർത്തുക. അപ്പം നമുക്ക് ആ കളർ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കുമ്പോൾ കളറൊക്കെ വന്നിട്ടുണ്ട്. ബ്രഷ് നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത് നമ്മളപ്പോൾ സ്കിൻ ചെയ്യാൻ ബെസ്റ്റ് ബ്രഷ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പെൻ ഫെയ്ഡ് എന്ന് പറയുന്ന ബ്രഷാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം. സൈസ് നമ്മൾ കുറച്ച് കൂട്ടി വെക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ ബേസിക് കളറിങ്ങിന് വേണ്ടി ചെയ്യുന്ന ബ്രഷ്. അപ്പോൾ നമ്മുടെ ഈ ലെയർ എന്ന് പറയുന്നത് നമ്മുടെ സ്കെച്ച് ചെയ്ത ലെയറിൻ്റെ അടിയിലായിരിക്കണം. സ്കെച്ച് ചെയ്ത ലെയർ ഏറ്റവും മേലെ ആയിരിക്കണം എപ്പോഴും, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളത് റെഡിയാക്കിയിട്ട് ഇതുപോലെ സ്ക്രീനിൽ കാണുന്ന പോലെ നിങ്ങൾ ആ ബ്രഷിൻ്റെ സൈസൊക്കെ
പുരികത്തിലും കണ്ണിൻ്റെ പീലിയിലും അവിടെ എല്ലാ കളർ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ണാടിക്ക് കളർ കൊടുക്കണം. അപ്പോൾ നിങ്ങൾ റെഫറൻസിൽ നോക്കിയിട്ട് അതേ കളർ തന്നെ സെലക്ട് ചെയ്യാൻ നോക്കുക, എന്നിട്ട് അടിക്കുക. ഇപ്പോൾ ചെറിയൊരു പ്രശ്നം പറ്റിയിട്ടുണ്ട്, ഞാൻ അതേ ലെയറിൽ തന്നെ ചെയ്തു പോയി. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ വേറെ ലെയറിൽ ചെയ്യുക കേട്ടോ. അപ്പം ഞാൻ വേറെ ലെയർ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ അടിയിലായിട്ടാണ്, ഇനി നമുക്കത് ചെയ്യാം. ഇപ്പം ഞാനിവിടെ ഹെയറും സ്കിന്നും ഒരേ ലെയറിലായിപ്പോയി. അപ്പം നിങ്ങൾ ഓരോ ഇത് ചെയ്യുമ്പോഴും ഓരോ ലെയറിലായിട്ട് ചെയ്യുക. പക്ഷേ നിങ്ങൾ ലെയർ അധികം ആയാലും പ്രശ്നമാണ്, ഇത് സ്റ്റക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ലെയർ അധികം ആവാതെ സൂക്ഷിക്കുക. ഒരു 10-12 ലെയറിലൊക്കെ തീർക്കുക. അപ്പോൾ നമ്മൾ കണ്ണാടി അതുപോലെ വരച്ച് ചെയ്യുകയാണ്. നിങ്ങൾക്ക് അതിൻ്റെ ഇടയ്ക്ക് ക്യുക്ക് ഐ ഡ്രോപ്പറൊക്കെ സെലക്ട് ചെയ്യാം. അതുപോലെ ഇനി നമുക്ക് ചുണ്ട് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ കളർ നോക്കുക, റെഫറൻസ് നോക്കിയിട്ട് അതേ കളർ നമ്മൾ സെലക്ട് ചെയ്യുക. ഏകദേശം ഒരു അതേ കളർ മതി, നമ്മൾ അതേ കറക്റ്റ് ആയിരിക്കണം എന്നൊന്നുമില്ല. ആ കളർ എടുത്ത് നമ്മൾ ചുണ്ടിൽ വരയ്ക്കുകയാണ്. ഫുള്ള് കൊടുക്കുക. അതിനുശേഷം കുറച്ചും കൂടെ ഡാർക്കായിട്ട് നമുക്ക് അതിൻ്റെ അടിയിലും അങ്ങനെയുള്ള സ്ഥലങ്ങൾ, ഡാർക്ക് വരുന്ന സ്ഥലങ്ങൾ നോക്കി അവിടെ ഡാർക്ക് കളർ കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് ലൈറ്റ് കളർ വരുന്ന സ്ഥലങ്ങളുമുണ്ട്, അവിടെ നമുക്ക് ലൈറ്റ് കളറ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ലൈറ്റ് കളറായിട്ടുണ്ട്, നമ്മളവിടെ കൊടുത്തു. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ ബേസിക് കളറിങ് ഏകദേശം തീർന്നു. ഇനി നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയ്ഡിങ് ആണ്. അപ്പോൾ നമുക്ക് ഷെയ്ഡിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്ന ബ്രഷ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർ ബ്രഷ് നോർമൽ എന്ന ബ്രഷാണ്. അപ്പോൾ ഈ ബ്രഷിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രഷ് സെലക്ട് ചെയ്ത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് സ്മഡ്ജിങ് എളുപ്പമാകും. അപ്പോൾ നിങ്ങൾ ഐ ഡ്രോപ്പർ സെലക്ട് ചെയ്തിട്ട് കുറച്ച് ഡാർക്ക് കളർ സെലക്ട് ചെയ്യുക ഷെയ്ഡ് ചെയ്യുന്നതിന് വേണ്ടി. ഇപ്പോൾ വേറെ ലെയറിലായിരിക്കണം നിങ്ങൾ നോക്കുക, അത് നമ്മുടെ സ്കിൻ കളർ കൊടുത്ത ലെയറിൻ്റെ മേലെ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് അടിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ സ്കിൻ കളറിന് ഏത് കളറാണോ കൊടുത്തത് അതിനേക്കാളും കുറച്ചും കൂടെ ഡാർക്ക് കളർ നമ്മൾ സെലക്ട് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഇപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ അടിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മൾ സ്പ്രേ പെയിൻ്റൊക്കെ അടിക്കുന്ന രീതിയിലാണ് ഇത് വരുന്നത്. അപ്പോൾ നമുക്ക് സ്മഡ്ജിങ് ഈസി ആക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. നിങ്ങൾക്ക് പെൻ ഫെയ്ഡ് കൊണ്ട് തന്നെ വേണമെങ്കിലും ഷെയ്ഡ് ചെയ്യാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ സ്മഡ്ജ് ചെയ്യേണ്ടി വരും എന്നുള്ളൂ. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ റെഫറൻസ് പിക്ചർ നോക്കിയിട്ട് എല്ലായിടത്തും ആവശ്യമുള്ള സ്ഥലങ്ങളിലെല്ലാം ഷെയ്ഡിങ് കൊടുക്കുക. അപ്പോൾ ഞാനിത് സ്പീഡപ്പ് ആക്കുകയാണ്. കഴുത്തിലും എല്ലായിടത്തും അതുപോലെ കൊടുക്കുക. അപ്പോൾ നമുക്ക് മുഖത്ത് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ പോകുന്ന കയ്യിലേക്കാണ്. കയ്യിലും ആ രീതിയിൽ തന്നെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ കൊടുക്കുക. അത് ഞാൻ സ്പീഡാക്കിയാണ്. നിങ്ങൾക്ക് കളറ് നിങ്ങളുടെ ഇഷ്ടത്തിന് ഡാർക്ക് കൂട്ടാനും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മൾ കയ്യിലേയും എല്ലായിടത്തും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് വ്യത്യാസം കാണാം. അപ്പോൾ ഇനി നമ്മൾ ചില സ്ഥലങ്ങളിൽ കുറച്ചും കൂടെ ഡാർക്ക് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക. സൈസ് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ചെയ്യുക കേട്ടോ. ഇപ്പോൾ പിരികത്തിൻ്റെ അവിടെയൊക്കെ കുറച്ചും കൂടെ ഡാർക്കാണ്. പിന്നെ മൂക്കിൻ്റെ ആ ഇടയിലൊക്കെ കുറച്ചും കൂടെ ഡാർക്കാണ്.
അപ്പോൾ അത് ഓരോ പിക്ചറിനനുസരിച്ച് ഓരോ വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ഏത് പടമാണോ വരയ്ക്കുന്നത് ആ പടത്തിലുള്ളതുപോലെ ചെയ്യുക. ഇപ്പോൾ നമ്മൾ മൂക്കിലൊക്കെ ഡാർക്ക് കളർ കൊടുക്കുകയാണ്. അതുപോലെ ചുണ്ടിൻ്റെ ആ ഭാഗങ്ങൾ അങ്ങനെ ഞാനത് സ്പീഡപ്പ് ആക്കിയാണ് കേട്ടോ. കണ്ണിൻ്റെ ആ ഭാഗങ്ങളൊക്കെ എല്ലാ പടങ്ങളിലും തന്നെ ഡാർക്കായിരിക്കും. ഇനി നമ്മൾ ചെവി സ്കെച്ച് ചെയ്തതിൻ്റെ പൊക്കത്തൂടെ നമ്മൾ കൊടുക്കുകയാണ്. അതുപോലെ തന്നെ കഴുത്തിൽ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എവിടെയൊക്കെയാണ് ഡാർക്ക് കൊടുക്കേണ്ടതെന്നുള്ളത്. അത് നിങ്ങൾ സ്കെച്ച് ചെയ്യുമ്പോൾ തന്നെ മാർക്ക് ചെയ്ത് വെക്കണം. അങ്ങനെ നമ്മൾ അതിൻ്റെ പൊക്കത്തൂടെയൊക്കെ വരയ്ക്കുന്നു. നിങ്ങൾക്ക് സൈസ് ഞാനിപ്പോൾ ഇവിടെ ചെറുതാക്കിയിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾ സൈസ് കൂട്ടിയിട്ട് ചെയ്യാം. ഓക്കെ, ഞാനത് സ്പീഡാക്കിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് കയ്യിലും അതുപോലെ തന്നെ ഡാർക്കാക്കി കൊടുക്കാം. റെഫറൻസ് നോക്കി നിങ്ങൾ അതേ രീതിയിൽ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്കിന്നെല്ലാം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഷർട്ടിൽ മെയിനായിട്ട് വരുന്നത് ചുളിവുകളാണ്. അത് നിങ്ങൾ വേറൊരു ലെയറിലായിരിക്കണം ചെയ്യുന്നത്. നിങ്ങൾ നോക്കുക കേട്ടോ. എല്ലാം നിങ്ങൾ എന്ത് വരയ്ക്കുന്നോ അത് ഓരോ വ്യത്യസ്ത ലെയറുകളിലായിരിക്കണം. ഇപ്പം നമുക്ക് അവസാനം എന്തെങ്കിലും എഡിറ്റൊക്കെ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ഉപകാരപ്പെടും. അപ്പോൾ നമ്മളിതാ ഷർട്ടിന് വേണ്ടി ബ്ലാക്ക് കളർ വെച്ചിട്ടാണ് നമ്മൾ ഷെയ്ഡ് ചെയ്യുന്നത്. ഇതിനു വേണ്ടിയാണ് നമ്മൾ ആദ്യം ബേസിക് കളർ കൊടുത്തപ്പോൾ ഗ്രേ കളർ കൊടുത്തത് ഇതിനു വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ ആ ചുളിവുകളൊക്കെ നോക്കി നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചതിൻ്റെ പൊക്കത്തൂടെ ചെയ്യുക. അപ്പോൾ നമ്മളിതാ ഇപ്പോൾ തന്നെ ഷർട്ട് കാണാൻ ഒരു രസമുണ്ട് ആ ഷെയ്ഡ്സൊക്കെ വന്നപ്പോൾ. അതുപോലെ താടിയും ഹെയറുകളിൽ ഡാർക്കായിട്ട് വരുന്ന സ്ഥലങ്ങളിലൊക്കെ അവിടെ നിങ്ങൾ ബ്ലാക്ക് കൊടുക്കുക. ചുണ്ടിൽ ഹെയർ ചെയ്യുമ്പോൾ നമ്മൾ സൈസ് അത്യാവശ്യം കുറച്ചിട്ട് ആ ഹെയർ എങ്ങനെയാണോ നിൽക്കുന്നത് ആ രീതിയിൽ തന്നെ ഷെയ്ഡ് ചെയ്യാൻ നോക്കുക. നമ്മുടെ 4ാമത്തെ സ്റ്റെപ്പ് ഹെയർ ഡ്രോയിങ്ങും ഡാർക്കായിട്ടുള്ള ഷെയ്ഡിങ്ങുമാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഹെയർ ഡ്രോയിങ്ങിലേക്ക് പോകാം. നമ്മൾ ഹെയർ വരയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ സെലക്ട് ചെയ്യുന്ന ബ്രഷ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ എടുത്ത ഡിപ്പ് ആൻഡ് ഹാർഡ് എന്ന് പറയുന്ന ബ്രഷ് തന്നെയാണ് നമ്മൾ സ്കെച്ച് ചെയ്യുന്നതിന് വേണ്ടി എടുത്തത്. അപ്പോൾ അതിൻ്റെ സൈസ് നമ്മൾ ഒന്നൊക്കെ കൊടുത്താൽ മതി. വളരെ സൈസ് കുറച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അപ്പോൾ ഹെയർ നമ്മൾ പുതിയൊരു ലെയറിൽ വേണം ചെയ്യാൻ. അത് ടോപ്പിലേക്കായിരിക്കണം ആ ലെയർ നമ്മൾ വെക്കുന്നത്. അപ്പോൾ നമ്മളങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഓരോ ഹെയറും ഇങ്ങനെ ഈ രീതിയിൽ വരച്ചു കൊടുക്കാൻ ശ്രമിക്കുക. ഓരോ ഹെയറും നമ്മളിങ്ങനെ കുറച്ച് സമയം എടുക്കും. നമ്മളങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ ഹെയർ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോസ്ഫേഡ് എന്ന് പറയുന്നത് അത് ഓണാക്കാൻ ശ്രദ്ധിക്കുക. അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡ്രോയിങ് ലൈൻസ് ഇങ്ങനെ കൂർത്തിരിക്കും. ശരിക്കും ഹെയർ പോലെ ഇങ്ങനെ കൂർത്ത് വരും. അതാണ് അതിൻ്റെ ഗുണം. അപ്പോൾ നിങ്ങൾ മൊത്തം പിരികവും താടിയും എല്ലാം അതേപോലെ ഹെയറുകൾ വരയ്ക്കുക. അതിനുശേഷം നമുക്ക് നമ്മൾ നേരത്തെ ഡാർക്ക് ഷെയ്ഡ് കൊടുത്തിരുന്ന ആ ലെയറിൽ പോയിട്ട് കുറച്ച് ഡാർക്ക് ഷെയ്ഡിലേക്കാണ് നമ്മളിനി പോകുന്നത്. ഇപ്പോൾ ലെയർ നിങ്ങൾ മാറ്റണം, അതേ ലെയർ ചെയ്യരുത്. കണ്ണാടീൻ്റെ അവിടെ കുറച്ച് ഡാർക്ക് കളറാണ്, അപ്പോൾ അതാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത്. എയർ ബ്രഷാട്ടോ നമ്മൾ എടുത്തിരിക്കുന്ന ടൂള് ബ്രഷ്. അപ്പോൾ കണ്ണാടീൻ്റെ അവിടെ നമ്മൾ ഡാർക്ക് കളർ കൊടുത്തിട്ടുണ്ട്. ഇനി മൂക്കിൻ്റെ അവിടെ ഡാർക്ക് കളർ കൊടുക്കാണ്ട് ഐ ഡ്രോപ്പർ വന്നാണ്. അതാ മൂക്കിൻ്റെ അവിടെ നമ്മൾ ബ്ലാക്ക് കളർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ആ സൈഡിലും അങ്ങനെ നിങ്ങൾക്ക് ഡാർക്ക് കളർ എവിടെയൊക്കെ കൊടുക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നു അവിടെയൊക്കെ കൊടുക്കാം. ഡാർക്ക് ഷെയ്ഡ്സുകൾ ചെവിൻ്റെ അവിടെയും
ഓക്കെ, കുഴപ്പമില്ല. ഇനി നമുക്ക് കയ്യിലും കൊടുക്കാനുണ്ട്. നിങ്ങൾ റെഫറൻസ് നോക്കുക, അപ്പോൾ അവിടെ കാണാം നിഴൽ വരുന്ന ഭാഗങ്ങളാട്ടോ ഇതൊക്കെ. ഒക്കെ പിന്നെ കഴുത്തിലും അവിടെയൊക്കെ ഡാർക്കായിട്ടുള്ള കളറ് കൊടുക്കേണ്ടതുണ്ട്. നമ്മുടെ ഡാർക്ക് ഷെയ്ഡിങ് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ 5ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വൈറ്റ് ഷെയ്ഡിങ് ആണ്. അപ്പോൾ ഞാൻ ആദ്യം പ്രിവ്യൂവിൽ പറഞ്ഞതുപോലെ തന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രോയിങ് നല്ലൊരു ഇതിലേക്ക് വരും. അപ്പോൾ ഇതിനുവേണ്ടി നമ്മൾ വേറൊരു ലെയർ ആഡ് ചെയ്യുക. വൈറ്റ് കളർ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് സൂം ചെയ്തിട്ട് നമ്മൾ വൈറ്റ് പാർട്ടുകളെല്ലാം അടിപൊളിയായിട്ട് നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ബ്രഷ് എയർ ബ്രഷ് തന്നെയായിട്ട് ആണ്. അപ്പോൾ നമ്മുടെ ലൈറ്റൊക്കെ എവിടെ അടിക്കുന്നു അവിടെ എല്ലാം നമ്മൾ ഈ കളർ കൊടുക്കണം. നമ്മൾ റെഫറൻസ് പിക്ചർ നോക്കുക. അതുപോലെ എന്നിട്ട് നമ്മളുടെ പിക്ചറിൽ ഷെയ്ഡ്സ് കൊടുക്കുക. ഇപ്പോൾ നമ്മളുടെ മൂക്ക് കണ്ടില്ലേ, ലൈറ്റ് അടിക്കുന്ന ആ ഒരു റിഫ്ലക്ഷൻ നമ്മൾ ഇത് വരുന്നുണ്ട്. ഇനി അത് സ്മഡ്ജിങ് കൂടെ ചെയ്ത് കഴിയുമ്പോൾ സെറ്റപ്പ് ആവും. സ്മഡ്ജിങ് ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്ക് ഫേസിൽ മൊത്തം അതേപോലെ കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ കണ്ണാടി ഒന്ന് കൊടുക്കട്ടെ. അതിന് ശേഷം എന്താ നമ്മളുടെ പിരികത്തിൻ്റെ മേലെയും അതുപോലെ തന്നെ കണ്ണാടീൻ്റെ ആ ഭാഗം, പിന്നെ കവിളിൻ്റെ അവിടെയൊക്കെ ഈ ലൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് റെഫറൻസ് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ആ റെഫറൻസ് നോക്കിയാൽ അതെല്ലാം കറക്റ്റായിട്ട് വൈറ്റ് കളറ്, വൈറ്റ് ഷെയ്ഡ്സ് ആ സ്ഥലങ്ങളിലെല്ലാം കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ പിക്ചറിന് വരുന്ന മാറ്റം നമുക്ക് കാണാം. ഞാൻ സ്പീഡപ്പാക്കിയാണ്. ചുണ്ടിലൊക്കെ നിങ്ങൾ ലൈനായിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നെറ്റിയിലൊക്കെ, പിന്നെ ചെവിയിൽ, കഴുത്തിൽ ആ ഭാഗങ്ങളൊക്കെ കൊടുക്കുക. അതേപോലെ തന്നെ കയ്യിൽ. അതേപോലെ നമ്മൾ ഹെയറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളുടെ ബ്രഷിൻ്റെ സൈസ് നമ്മൾ വളരെ കുറച്ചിട്ട് വേണം ഹെയറിൽ അത് ചെയ്യാൻ. അതുപോലെ മീശയിലും താടിയിലൊക്കെ നമ്മൾ ബ്രഷിൻ്റെ സൈസ് കുറച്ചിട്ട് വേണം അത് വൈറ്റ് ഷെയ്ഡ്സ് കൊടുക്കും. അപ്പോൾ നമ്മളതെല്ലാം കൊടുത്തു കഴിഞ്ഞ് അതേപോലെ തന്നെ നമുക്ക് ഷർട്ടിലും കൊടുക്കാം. ഷർട്ടിൽ കൊടുക്കുമ്പോൾ കുറച്ച് സൈസ് കൂട്ടിയിട്ട് നമുക്ക് കൊടുക്കാം. ഇപ്പോൾ ഹെയറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ നേരത്തെ നമ്മൾ ഹെയർ ഡിപ്പ് ആൻഡ് ഹാർഡ് കൊണ്ട് വരച്ചതുപോലെ തന്നെ സൈസ് വളരെ കുറച്ചിട്ട് വേണം വൈറ്റ് ഷെയ്ഡ്സ് കൊടുക്കാൻ. അതെല്ലാ സ്ഥലത്തും കൊടുക്കരുത്. നമ്മൾ റെഫറൻസ് നോക്കിയിട്ട് അതനുസരിച്ച് കൊടുക്കും. ഷെയ്ഡിങ് എല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നമുക്ക് സ്മഡ്ജിങ്ങിലേക്ക് പോകാം. നമ്മുടെ 6ാമത്തെ സ്റ്റെപ്പ്. ഇപ്പോൾ സ്മഡ്ജ് എവിടെയാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ സ്മഡ്ജിന് വേണ്ടി നമ്മൾ സെലക്ട് ചെയ്യുന്ന ബ്രഷ് എയർ ബ്രഷാണ്. അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മഡ്ജ് ചെയ്യുമ്പോൾ ബ്രഷിൻ്റെ സൈസ് എപ്പോഴും ഒപാസിറ്റിനേക്കാളും കൂടുതലായിരിക്കണം. അത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് സ്മഡ്ജ് കറക്റ്റായിട്ട് ചെയ്യാൻ അറിയില്ലെങ്കിൽ ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഹെയർ അതേപോലെ സ്മൂത്തായിട്ട് സ്മഡ്ജ് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ സ്മൂത്തായിട്ട് സ്മഡ്ജ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ബ്രഷിൻ്റെ സൈസ് എപ്പോഴും ഒപാസിറ്റിനേക്കാളും കുറച്ചിടണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എല്ലാം വൈറ്റ് കളർ കൊടുത്ത എല്ലാം നമ്മൾ സ്മഡ്ജ് ചെയ്തെടുക്കുക. അപ്പോൾ വൈറ്റ് ഷെയ്ഡ്സ് എല്ലാം നമ്മൾ സ്മഡ്ജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഡാർക്ക് ഷെയ്ഡ്സ് കൊടുത്ത ഡാർക്ക് ഷെയ്ഡ്സ് അല്ല, നമ്മൾ സ്കിന്നിൻ്റെ ഷെയ്ഡ്സ് കൊടുത്ത ആ ലെയറിൽ പോയിട്ട് അതും നമുക്ക് സ്മഡ്ജ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളുടെ എല്ലാ ലെയറിലും നമ്മൾ വരച്ചതെല്ലാം സ്മഡ്ജ് ചെയ്യാം. നിങ്ങൾക്ക് ഓരോ ലെയറിൽ ചെയ്ത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ സ്മഡ്ജ് ചെയ്യാം. ഇപ്പം ഞാൻ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ അവസാനമാണ് സ്മഡ്ജ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സ്മഡ്ജ് ചെയ്യാം. ഇപ്പോൾ നമ്മളെല്ലാം സ്മഡ്ജ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ അതിൻ്റെ മേലത്തെ ലെയറിൽ ഡാർക്ക് ഷെയ്ഡ്സ് കൊടുത്ത ആ ലെയറിൽ എല്ലാം നമുക്ക് സ്മഡ്ജ് ചെയ്യാം. കണ്ണാടിൻ്റെ ഉള്ളിലുള്ള ആ ഡാർക്ക് ഷെയ്ഡ്സൊക്കെ നമുക്ക്, പിന്നെ മൂക്കിൻ്റെ അവിടെ, അതെല്ലാം നമുക്ക് സ്മഡ്ജ് ചെയ്തെടുക്കാം.
അതുപോലെ നമ്മൾ ഹെയർ കൊടുത്തത് നമ്മൾ സ്മഡ്ജ് ചെയ്യണം. ഹെയറൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന വൃത്തികേടാണ്. അപ്പോൾ നമ്മളതെല്ലാം സ്മഡ്ജ് ചെയ്തെടുക്കണം. ഇപ്പം നിങ്ങൾക്ക് കാണാം ചില ഹെയർ ഒരു മാറ്റം വരുന്നില്ല. അത് നമ്മൾ വേറെ ലെയറിലായതുകൊണ്ടാണ്. ഇങ്ങനെ ആ ഹെയർ എല്ലാം നമുക്ക് സ്മഡ്ജ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പോകുന്നത് ഔട്ട്ലൈനിങ്ങിലേക്കാണ്. വീണ്ടും നമ്മൾ ഔട്ട്ലൈൻ ചെയ്യാൻ പോവാണ്. കാരണം ഞാൻ കാണിച്ചു തരാം. നമ്മളുടെ സ്കെച്ച് ചെയ്ത ലെയർ ഓഫാക്കുമ്പോൾ നമുക്ക് കാണാം പിക്ചറിന് ഒരു രസമില്ല കാണാൻ. മൊത്തം ഇങ്ങനെ ബ്ലറായിരിക്കുന്ന പോലെയാണ്. അപ്പോൾ നമുക്കത് ഓണാക്കാം. അപ്പോൾ നമ്മുടെ പിക്ചർ ഇപ്പം നിൽക്കുന്നത് ആ സ്കെച്ചിങ്ങിൻ്റെ ബലത്തിലാണ്. അപ്പോൾ നമുക്ക് വീണ്ടും അതിൻ്റെ പൊക്കത്തൂടെ കുറച്ച് സൈസ് കൂട്ടി ഹാർഡായിട്ട് ഔട്ട്ലൈൻ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഡിപ്പ് ആൻഡ് ഹാർഡ് എന്ന് പറയുന്നത് അത് തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഫോസ്ഫൈഡ് ഓണാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ റെഫറൻസ് നോക്കുവാണെങ്കിൽ കൈയിൻ്റെ അടിയിലൊക്കെ ഡാർക്ക് കളറുകളുണ്ട്. സോറി, ഞാനിപ്പോൾ വൈറ്റ് കളറായിപ്പോയി. അപ്പോൾ നമ്മൾ സൈസ് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുക. ഇപ്പോൾ റെഫറൻസിലുള്ളതുപോലെ തന്നെ ഡാർക്ക് ലൈൻസ് ഇങ്ങനെ വരുന്ന ചില സ്ഥലങ്ങളുണ്ട്. അത് നിങ്ങൾ മാർക്ക് ചെയ്തിട്ട് അവിടെ ഈ രീതിയിൽ വരയ്ക്കുക. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം ചെയ്യുക. അപ്പോൾ നിങ്ങൾ അത് കറക്റ്റായിട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ബ്ലാക്ക് തന്നെ എടുക്കണമെന്നില്ല, കുറച്ച് ഡാർക്കായിട്ടുള്ള ബ്രൗൺ എടുത്താലും മതി. ബ്ലാക്ക് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ എടുത്ത് നിൽക്കും. അപ്പോൾ നമ്മൾ ബ്രൗൺ എടുത്തിട്ട് വരയ്ക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫോസ്ഫൈഡ് എടുത്തതുകൊണ്ട് സൈഡ് ഇങ്ങനെ കൂർത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഫോസ്ഫൈഡ് എടുക്കുന്നത്. അപ്പോൾ ബാക്കി സ്ഥലങ്ങളെല്ലാം നമുക്ക് അതേപോലെ ലൈൻസ് വരച്ച് ഔട്ട്ലൈൻ കൊടുക്കാം. അപ്പോൾ കയ്യിൽ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എല്ലാം ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിലെ ഔട്ട്ലൈൻ എല്ലാം ഏകദേശം കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് മുഖത്ത് മൂക്കിലും കണ്ണാടിയിലും ഒക്കെ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ആ സ്ഥലങ്ങളിലും ഇതേപോലെ തന്നെ ഔട്ട്ലൈൻ കൊടുക്കുക. ഇവിടെയൊക്കെ നമുക്ക് കുറച്ചുകൂടെ ഡാർക്കായിട്ട് കൊടുക്കാം, ബ്ലാക്ക് കളർ വെച്ചും കൊടുക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത കണ്ണാടിയിലും അതേപോലെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ ഐ ഡ്രോപ്പർ സെലക്ട് ചെയ്താൽ മതി, നിങ്ങൾക്ക് വേണ്ട കളർ സ്ക്രീനിലുണ്ടെങ്കിൽ. അപ്പോൾ അതേപോലെ നമ്മൾ കണ്ണാടിക്കൊക്കെ കൊടുക്കുന്നു. ബ്ലാക്ക് കളർ ഞാൻ സെലക്ട് ചെയ്തു. അതേപോലെ ചെവി നമുക്ക് ഇഷ്ടമുള്ള കളർ വെച്ച് അത് ഓരോ സന്ദർഭത്തിന് അനുസരിച്ച് നിങ്ങൾ ചെയ്യുക. ഓക്കെ, ചെവിയും കൊടുത്തു കഴിഞ്ഞു. ഈ കഴുത്തിൽ, മൂക്കിൽ കുറച്ച് ഡാർക്കായിട്ട് വരുന്ന സ്ഥലങ്ങളുണ്ട്, അവിടെയൊക്കെ നിങ്ങൾ കൊടുക്കുക. ഇത് കഴിഞ്ഞ് നമുക്ക് ഷെയ്ഡ് ചെയ്യാനുള്ളതാണ്, ഒന്നും കൂടെ സ്മഡ്ജ് ചെയ്യാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഔട്ട്ലൈൻ ഏകദേശം കഴിഞ്ഞു. ഇനി കണ്ണാടിയിൽ നമ്മളൊരു കളർ കൊടുക്കേണ്ടതുണ്ട്, അത് ഞാൻ വിട്ടുപോയി. കണ്ണാടീൻ്റെ ഫ്രെയിമിൻ്റെ കളറ് കൊടുക്കണമായിരുന്നു, വേറൊരു ലെയറിലായിരിക്കണം കേട്ടോ. ഓക്കെ, നമ്മൾ കുഴപ്പമില്ല കളറ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഫോസ്ഫൈഡ് ഓണാണ്, അത് നിങ്ങൾ ഓർക്കുക. അപ്പോൾ കണ്ണാടിക്ക് നമ്മൾ മൊത്തം ആ കളർ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മളതും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ സ്കെച്ച് ചെയ്ത ആ ലെയർ ഒന്ന് സ്മഡ്ജ് ചെയ്തെടുക്കണം. നമ്മൾ ആ ഫസ്റ്റ് സ്കെച്ച് കൊടുത്ത ലെയർ, ഇപ്പോൾ നേരത്തെ മുടി ഇങ്ങനെ തള്ളിയിരിക്കുന്നത് നിങ്ങൾ കണ്ടായിരുന്നു. അപ്പോൾ അത് സ്കെച്ച് ചെയ്ത ലെയറിലായതുകൊണ്ടാണ്. അപ്പോൾ അത് നമുക്ക് സ്മഡ്ജ് ചെയ്ത് ആ വൃത്തികേടങ്ങ് മാറ്റാം. ലൈൻസ് ഇങ്ങനെ എടുത്ത് വെക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ സ്മഡ്ജ് ചെയ്തത് കുറയ്ക്കുക. കയ്യിലൊക്കെ നല്ലോണം എടുത്ത് വെക്കുന്നുണ്ട്, ശരിക്കും കാർട്ടൂൺ പോലെ ആയിപ്പോവും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ സ്കെച്ച് അവസാനം ഹൈഡ് ചെയ്ത് വെക്കും, പക്ഷേ ഞാൻ ഈ പടത്തിൽ ചെയ്യുന്നില്ല അങ്ങനെ.
അപ്പോൾ നമ്മൾ എല്ലാം സ്മഡ്ജ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഇപ്പോൾ കൊടുത്ത അത് ഹൈലൈറ്റ് ഇപ്പോൾ കൊടുത്ത ആ ഔട്ട്ലൈന് നമുക്ക് സ്മഡ്ജ് ചെയ്ത് സ്മൂത്താക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇതേ രീതിയിൽ നിങ്ങൾ സ്മൂത്താക്കി എടുക്കുക. ഓക്കെ, അപ്പോൾ അത് എല്ലാ സ്ഥലത്തും ചെയ്യുക. അപ്പോൾ ഞാൻ സ്പീഡപ്പ് ആക്കിയാണ്. ഇപ്പോൾ കയ്യിലും കണ്ണാടിയിലും മൂക്കിലും കഴുത്തിലൊക്കെ നമ്മളിങ്ങനെ ഔട്ട്ലൈൻ കൊടുത്തിരുന്നു രണ്ടാമത്തെ പ്രാവശ്യം. അതെല്ലാം വീണ്ടും സ്മഡ്ജ് ചെയ്യുന്നു. എയർ ബ്രഷ് തന്നെയാണ് നമ്മൾ സ്മഡ്ജ് ചെയ്യാൻ വീണ്ടും എടുക്കുന്നത്. ഈ ഭാഗത്തൊക്കെ നമ്മൾ കണ്ണാടിയുടെ നിഴലാണ് ചെയ്തത്. ഇപ്പോൾ സ്മഡ്ജ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് ശരിക്കും ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം കണ്ണാടീൻ്റെ ഷാഡോ ശരിക്കും ആയിട്ടുണ്ട്. ബാക്കി സ്ഥലങ്ങളും കൂടെ നമുക്ക് സ്മഡ്ജ് ചെയ്യാം. അതുപോലെ ചെവിയും. ഓക്കെ, ഇപ്പോൾ ആർട്ടിസ്റ്റുകളെ നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് എത്തി. 8ാമത്തെ സ്റ്റെപ്പ്. അത് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് സെറ്റാക്കണം. അതുപോലെ തന്നെ സ്കിന്നിന് ചെറിയ ടെക്സ്ചർ കൊടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ബാക്ക്ഗ്രൗണ്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഏറ്റവും അടിയിലായിട്ടൊരു ലെയർ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ബ്രഷ് പെൻഫെയ്ഡാണ്. അത് വെച്ച് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കളർ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. അപ്പോൾ നമ്മളത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏറ്റവും മേലെയായിട്ടൊരു ലെയർ സെലക്ട് ചെയ്യാം. അപ്പോൾ അത് ഇപ്പോൾ ഞാൻ സ്മോക്ക് വരയ്ക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ എൻ്റെ റെഫറൻസിൽ സ്മോക്ക് ഉള്ളതുകൊണ്ടാണ്. ഇപ്പോൾ ഞാൻ സ്മോക്ക് വരയ്ക്കാൻ വേണ്ടി എയർ ബ്രഷ് ആണ് സെലക്ട് ചെയ്യുന്നത്. കളർ വൈറ്റ് ആക്കുന്നു. എന്നിട്ട് സൂം ചെയ്തിട്ട് റെഫറൻസിലുള്ള പോലെ തന്നെ സ്മോക്ക് വരയ്ക്കുകയാണ്. ഓക്കെ, അതേ രീതിയിൽ ആ പുക ഇങ്ങനെ വരച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാനത് സ്പീഡാക്കി വരച്ചു. നിങ്ങൾ സൈസ് കൂട്ടിയും കുറച്ചും അതനുസരിച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്മോക്ക് നമ്മൾ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഹെയർ കുറച്ചും കൂടെ ഒന്ന് ചെയ്യാനുണ്ട്. ഇപ്പോൾ ഒരു ബ്രഷ് ഞാൻ പരിചയപ്പെടുത്താം. ആ ബ്രഷ് പെൻസിൽ ഗ്രാഫൈറ്റ് എന്ന് പറഞ്ഞ ബ്രഷാണ്. അപ്പോൾ അത് ഹെയർ വൈറ്റ് കളർ കൊടുക്കാൻ നല്ലൊരു ബ്രഷാണ്. നല്ല സ്മൂത്തായിട്ട് ഹെയർ വരും, നിങ്ങൾക്ക് കാണാം, നല്ല സ്മൂത്തായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ബാക്കി സ്ഥലങ്ങളിലും കൂടെ ആ ബ്രഷ് വെച്ച് ചെയ്യുകയാണ്. കണ്ണാടിയിലും തിളങ്ങി നിൽക്കുന്ന ഒരു എഫക്റ്റ് വരും. അതുപോലെ മൂക്കിലൊക്കെ ചെറിയ ചെറിയ ഡോട്ടൊക്കെ ഇട്ട് ചെറിയ വരയൊക്കെ കൊടുത്ത് അങ്ങനെ ചെയ്യാണ്. കണ്ടോ, ഈ രീതിയിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ, ഇപ്പം നമ്മുടെ മുടി സെറ്റപ്പ് ആയിട്ടുണ്ട്. നമുക്ക് ബ്ലാക്ക് മുടിയും കൊടുക്കാം. ഫോസ്ഫൈഡ് നിങ്ങൾ ഓണാക്കണം മുടി ചെയ്യുമ്പോൾ. നമ്മളവിടെ ഇങ്ങനെ ചറപറ കിടക്കുന്ന മുടിയൊക്കെ ആ ബ്രഷ് വെച്ച് സൈസ് വളരെ കുറയ്ക്കുക. 1.5 അത്രയൊക്കെ സൈസ് മതി. ആ സൈസ് വെച്ച് നമ്മൾ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഹെയർസൊക്കെ നമ്മൾ വരയ്ക്കണം, താടിയിലുള്ളതും. അപ്പോൾ നിങ്ങൾ റെഫറൻസിൽ എങ്ങനെയൊക്കെയാണോ ഉള്ളത് ആ രീതിയിൽ നോക്കി വരയ്ക്കുക. ഇപ്പോൾ ഇവിടെ മീശയിലൊക്കെയുള്ള ഹെയർസൊക്കെ നമ്മൾ വരച്ചെടുക്കുകയാണ്. ഡിപ്പ് ആൻഡ് ഹാർഡ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, നമ്മളപ്പോൾ നമ്മുടെ ഹെയറും സ്മോക്കും എല്ലാം സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ഇപ്പം തന്നെ പടം ഒരു അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക്
നമ്മളുടെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോയിട്ട് ബാക്ക്ഗ്രൗണ്ട് കുറച്ചും കൂടെ ഒന്ന് അടിപൊളിയാക്കാം. അപ്പോൾ ഐ ഡ്രോപ്പർ വെച്ച് നമ്മൾ കൊടുത്ത കളർ സെലക്ട് ചെയ്യുക. എന്നിട്ട് ആ കളറിനെക്കാളും കുറച്ചും കൂടെ ഡാർക്ക് കളർ സെലക്ട് ചെയ്യുക. ബ്രഷ് നമ്മൾ എയർ ബ്രഷാണ് നല്ലത് ബാക്ക്ഗ്രൗണ്ടൊക്കെ ചെയ്യാൻ. എന്നിട്ട് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് കുറച്ച് നല്ല ഷെയ്ഡ്സ് കൊടുക്കുക. ഡാർക്ക് കളറും ലൈറ്റ് കളറൊക്കെ വെച്ച് ചെറിയ നല്ല ഷെയ്ഡ്സൊക്കെ കൊടുക്കുക. നിങ്ങൾക്ക് കാണാം ബാക്ക്ഗ്രൗണ്ട് കുറച്ചും കൂടെ ലുക്കായി വരുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ബാക്ക്ഗ്രൗണ്ടും സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കുള്ളത് സ്കിൻ ടെക്സ്ചറാണ്. അപ്പോൾ അതിനുവേണ്ടി വൈറ്റ് കളർ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ സ്കിൻ ടെക്സ്ചർ കൊടുക്കാൻ വേണ്ടിയുള്ള ബ്രഷ് പോയിൻ്റിലിസം എന്ന് പറയുന്ന ബ്രഷാണ്. അപ്പോൾ ഇങ്ങനെ കുത്തായിട്ടുള്ളൊരു ബ്രഷാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം, ഇങ്ങനെ കുത്തായിട്ടാണ് വരുന്നത്. നമ്മൾ സൈസും ഒബാസിറ്റിയും കുറയ്ക്കുക. എന്നിട്ട് പതുക്കെ ഇങ്ങനെ ഡോട്ടായിട്ട് അങ്ങനെ എടുത്ത് നിൽക്കാതെ ചെറുതായിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. ഓരോ സ്ഥലത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഒബാസിറ്റി കൂട്ടാനും കുറയ്ക്കാനും ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇത് ഓണായിരുന്നു, ഫോസ്ഫൈഡ് ഓണായിരുന്നു, അതുകൊണ്ട് ഓഫാക്കിയതാണ്. അപ്പോൾ കണ്ണിൻ്റെ അവിടെയൊക്കെ വെളിച്ചം കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഞാൻ ഒബാസിറ്റി കൂട്ടി, വെളിച്ചം കൂടുതലായിട്ടുള്ള സ്ഥലത്ത് ഒബാസിറ്റി കൂട്ടിയിട്ട് ഈ ഷെയ്ഡ് കൊടുക്കുക. അപ്പോൾ ഞാനത് ബാക്കിയുള്ള സ്ഥലത്തെല്ലാം ചെയ്യുകയാണ്. അപ്പോൾ ഇതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പിക്ചർ കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇത് നമ്മുടെ പിക്ചറിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴുത്തിലും കയ്യിലും അങ്ങനെ ആ ഷെയ്ഡ് ആവശ്യമുള്ള എല്ലായിടത്തും അങ്ങനെ കൊടുക്കുക. പിന്നെ ഡ്രസ്സിലും ഒബാസിറ്റിയൊക്കെ കുറച്ച് നമ്മൾ കൊടുക്കുക. അതുപോലെ കണ്ണിൻ്റെ ഉള്ളിലും അവിടെയൊക്കെ ഒബാസിറ്റി വളരെ കുറച്ചിട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മളുടെ പിക്ചർ അടിപൊളിയായി. അപ്പോൾ ആർട്ടിസ്റ്റുകളെ നമ്മൾ ആർജുവിൻ്റെ പോർട്രേറ്റ് വരച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് 8 സ്റ്റെപ്സ് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള ട്യൂട്ടോറിയൽസ് ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്നത്തേക്ക് ബൈ.